പുതിയ വഖഫ് ബില്ലിൽ BJP ഗവൺമെൻറ് കുറച്ച് നിബന്ധനകൾ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ശരിക്കും ആ നിബന്ധനകൾ എന്തിനാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഉദാഹരണത്തിന് ആ വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങൾ വേണം, അതുപോലെ രണ്ട് വനിതകൾ വേണം. ഇതെന്താണ് വല്ല ജോലിക്ക് അപ്ലൈ ചെയ്യുകയാണ്? വനിതാ സംവരണം എന്ന് പറഞ്ഞത് ഇലക്ഷൻ നയിക്കുമ്പോൾ ഇത്ര വാർഡ് വനിതാ സംവരണം എന്നൊക്കെ പറഞ്ഞതുപോലെ ഇത് നിയമമല്ല. നിയമത്തിൻ്റെ അകത്ത് സംവരണമാണ്, അല്ലെങ്കിൽ വനിതകൾ വേണം, അമുസ്ലിങ്ങൾ വേണം. ഇത് വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങളുമായിട്ട് സംബന്ധിച്ച ഒരു നിയമമല്ല. ആ നിയമം വഖഫ് ട്രൈബ്യൂണലിൻ്റെ മേളിൽ കോടതിക്ക് അധികാരമുണ്ടെന്ന് ആ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള നിബന്ധനകൾക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? അപ്പോൾ ഈ രണ്ട് വനിതകളെ വെച്ചോ അല്ലെങ്കിൽ അമുസ്ലിങ്ങളെ വെച്ചുകൊണ്ട് എന്ത് പ്രയോജനമിരിക്കുന്നത്? ഇവിടെ ഏത് നിയമമായിക്കോട്ടെ, മതനിയമം, ക്രിസ്ത്യൻസിൻ്റെയോ മുസ്ലിംസിൻ്റെയോ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെയോ, അതുമായി ബന്ധപ്പെട്ട വസ്തു കയ്യേറുകയോ സിവിൽ കേസുകൾ, ഏത് സിവിൽ കേസുകൾ വന്നാലും സാധാരണ സിവിൽ കേസ് പോലെ ആർക്കും കോടതിയിൽ നീതി തേടി കോടതിയിൽ പോകാം. അന്തിമ വിധി കോടതിയിൽ നിന്ന്. അതേ രീതിയിൽ ആ അമെൻമെൻ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ? ഓൾറെഡി ഉണ്ടാക്കി. സെക്ഷൻ 40 എടുത്തു കളഞ്ഞു, വഖഫ് ബൈ യൂസർ എന്നുള്ളത് എടുത്തു കളഞ്ഞു. ഇനി ഇതൊന്നും എടുത്തു കളഞ്ഞില്ലെങ്കിൽ തന്നെ എല്ലാ മതനിയമങ്ങൾക്കും ഉപരി ആർക്കും പരാതി ബോധിപ്പിക്കാൻ കോടതിയിൽ പോകാം, കോടതിയാണ് അവസാന തീർപ്പ് കൽപ്പിക്കുന്നത് എന്നുള്ള ഒരു ക്ലോസ് ഓൾറെഡി വെച്ചിട്ടുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഉള്ളതിനൊന്നും യാതൊരു പ്രസക്തിയില്ല. മുസ്ലിങ്ങളെ വെക്കുന്നു, വനിതകളെ വെക്കുന്നു, പിന്നെ എന്തുവാ ചില കാര്യങ്ങളൊക്കെ കളക്ടറാണ് തീർപ്പ് കൽപ്പിക്കുന്നത്. ഈ കളക്ടർ എങ്ങനെയാണ് തീർപ്പ് കൽപ്പിക്കുന്നത്? കളക്ടർ തീർപ്പ് കൽപ്പിക്കണമെങ്കിൽ തന്നെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ഉള്ളൂ. വഖഫ് ട്രൈബ്യൂണൽ അവിടെ ഇരുന്നോട്ടെ, അവരും കാര്യങ്ങൾ നടത്തിക്കോട്ടെ, തീരുമാനിച്ചോട്ടെ, എന്താ പ്രശ്നം? അതായത് വഖഫ് ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു അടിപിടി കേസ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ വാർഡ് മെമ്പർ ഇടപെട്ട് അത് പരിഹരിക്കും. അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ കേസാക്കാതെ ചിലപ്പോൾ അവർ പരിഹരിക്കും. ഇപ്പോൾ ഒരു വാഹന ആക്സിഡൻറ്റ് ഉണ്ടായെങ്കിൽ ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് 5000 രൂപ വണ്ടിയുടെ പണിയുണ്ടാവും, ഓക്കെ നീ 5000 രൂപ കൊടുക്കുക, പ്രശ്നം തീർന്നു. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതാകുമ്പോഴാണ് കേസാക്കുന്നത്. കേസാക്കി കഴിഞ്ഞാൽ കോടതി ചെന്ന് കഴിഞ്ഞാൽ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി വിധിക്കും. എന്ന് പറഞ്ഞതുപോലെ മുസ്ലിംസ് മറ്റുള്ളവരുടെ പ്രോപ്പർട്ടി ക്ലെയിം ചെയ്യാൻ അവർ ക്ലെയിം ചെയ്യട്ടെ, എന്താ പ്രശ്നം? ക്ലെയിം ചെയ്താലും അതിൻ്റെ മുകളിൽ നിയമമുള്ളപ്പോൾ പ്രോപ്പർ ഡോക്യുമെൻ്റ് കാണിക്കുക. അറ്റാച്ച് ചെയ്യാനായിട്ട് ആരും ശ്രമിച്ചാലും അറ്റാച്ച് ചെയ്യുന്ന ആളുടെ പ്രോപ്പർ ഡോക്യുമെൻ്റ് ഉണ്ടോ? ഇല്ലെങ്കിൽ അത് തള്ളിക്കളയും. അതുപോലെ സ്ഥലത്തിൻ്റെ ഉടമയിൽ പ്രോപ്പർ ഡോക്യുമെൻ്റ് ഉണ്ടോ? അത് നിലനിൽക്കും. അതാണ് അതിൻ്റെ സിമ്പിൾ കാര്യം. അതിന് ഈ കാരണവന്മാർ പണ്ട് പറയുന്ന പോലെ സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കുക എന്ന് പറഞ്ഞ പോലെ ആവശ്യമില്ലാതെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുകയാണ്. മുസ്ലിംസിൻ്റെ അതിൻ്റെ അകത്ത് മുസ്ലിങ്ങൾക്ക് എന്താ കാര്യം ഇരിക്കുന്നത്? അവൻ്റെ അത് 2 മെമ്പർമാരെ വെച്ചുകൊണ്ട് അതുകൊണ്ടുള്ള പ്രയോജനം എന്തോ? ഒരു പ്രയോജനമില്ല. എല്ലാ മതനിയമങ്ങൾക്കും മുകളിൽ ഭരണഘടന, ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീതി തേടി കോടതിയിൽ പോകാം, കോടതിയാണ് ഫൈനൽ ജഡ്ജ്മെൻ്റ് എന്നുള്ള നിയമം വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ബാക്കിയുള്ള നിബന്ധനകൾക്കൊന്നും ഒരു പ്രാധാന്യവുമില്ല. അതൊക്കെ മനുഷ്യനെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയുള്ള ഓരോ കാര്യങ്ങളുണ്ട്. ഇതൊന്നും വേണ്ട. അവർ അറ്റാച്ച് ചെയ്താൽ അറ്റാച്ച് ചെയ്തോട്ടെ, കോടതി വന്നു കഴിയുമ്പോൾ അത് തള്ളിപ്പോകും. കാരണം അവർക്ക് പ്രോപ്പർ ഡോക്യുമെൻ്റ് ഇല്ല. അങ്ങനെ പ്രോപ്പർ ഡോക്യുമെൻ്റ് ഇല്ല, 2-3 തള്ളിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഇവർ അറ്റാച്ച്മെൻറ്റ് നിർത്തും. ഇത്ര കാര്യമുള്ളൂ. എല്ലാ മതനിയമങ്ങൾക്കും മുകളിൽ ഭരണഘടനയുണ്ട്, കോടതിയിൽ പോകാം എന്നുള്ള ഒരു നിയമം ഓൾറെഡി വന്നു. അത് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ മറ്റുള്ള നിബന്ധനകൾക്കോ ഒന്നും യാതൊരു പ്രാധാന്യവുമില്ല, അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ ഒരു മുസ്ലിമിന് വഖഫ് ചെയ്യണമെങ്കിൽ അയാൾ 5 വർഷം മുസ്ലിം ആയിരിക്കണം. അതൊക്കെ എടുത്ത് ദൂരെ കളയണം. കാരണം അത് ഒരാളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്, ആർക്ക് കൊടുക്കണം. അത് മുസ്ലിംസ് തന്നെയല്ല, ആർക്ക് വേണമെങ്കിലും വഖഫ് ചെയ്യാന്നുള്ള നിയമം വരണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം
ക്രിസ്ത്യൻസ് ആരെങ്കിലും മലപ്പുറത്ത് താമസിക്കുക, അല്ലെ ഉദാഹരണം നോക്കേ, ഇപ്പം എൻ്റെ ഒരു മൂത്ത ജ്യേഷ്ഠൻ നേരത്തെ ആയാലും സർക്കാർ ജോലി കിട്ടിയോ അല്ല എങ്ങനെയെങ്കിലും മലപ്പുറം സൈഡിൽ അവിടെയാണല്ലോ മുസ്ലിംസ് കൂടുതലുള്ളത്, അവിടെ താമസമാക്കി കല്യാണം കഴിച്ചു. പക്ഷേ അവർക്ക് പിള്ളേരില്ല. അപ്പം ചിലപ്പോൾ അവിടുത്തെ അവരുടെ കാര്യങ്ങൾ നോക്കുന്ന മുഴുവൻ ആ അടുത്തുള്ള മുസ്ലിം സഹോദരങ്ങളായിരിക്കും. ഇപ്പോൾ ഇവർക്ക് എന്തെങ്കിലും പ്രായമായി കഴിയുമ്പോൾ ആശുപത്രിയിൽ പോകേണ്ടി വരുന്നു, അല്ലെങ്കിൽ മറ്റുള്ള സഹായങ്ങളൊക്കെ ചെയ്തു തരുന്നത് അവിടെ അടുത്തുള്ള മുസ്ലിംസ് ആയിരിക്കും. അപ്പോൾ അവർക്ക് തോന്നുക ഞങ്ങളുടെ മരണശേഷം മക്കളില്ല, ഓക്കെ ഞങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി, കാരണം അവരെ സഹായിച്ചത് മുഴുവൻ മുസ്ലിംസാണ്, ഞങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഞങ്ങൾക്ക് വഖഫ് ചെയ്യണം, മുസ്ലിംസിന് കൊടുത്തേക്കാം, അവരുടെ ഉന്നമനത്തിന് വേണ്ടി കൊടുത്തേക്കാം എന്ന് അവർ തീരുമാനിക്കുകയാണെങ്കിൽ അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, അത് അനുവദിച്ചു കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ മുസ്ലിംസ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മുസ്ലിംസ് ആണെങ്കിൽ തന്നെ 5 വർഷം മുസ്ലിം ആയെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് വഖഫ് ചെയ്യാൻ പാടുള്ളൂ. ആ നിയമങ്ങളൊക്കെ എടുത്തു കളയണം. അത് ഒരു മനുഷ്യൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അവനവന് ഇഷ്ടമുള്ള പ്രോപ്പർട്ടി ആർക്ക് വേണമെങ്കിലും കൊടുക്കാമല്ലോ. ഇന്നവർക്ക് വേണമെന്നുണ്ടോ? ഒന്നുമില്ല. അതാണ് ഇപ്പം മുസ്ലിം ഏറിയയിൽ താമസിക്കുന്ന ഒരു ക്രിസ്ത്യന് അയാൾക്ക് മുസ്ലിംസിനോടായിരിക്കും താല്പര്യം. അപ്പോൾ അയാളുടെ വ്യക്തിപരമായ ഒരു സ്വാതന്ത്ര്യം അല്ലെ ഇഷ്ടമാണ് അവരുടെ പ്രോപ്പർട്ടി ഒന്നുകിൽ മുസ്ലിംസിന് കൊടുക്കുക അല്ലെങ്കിൽ വഖഫിന് കൊടുക്കുക എന്നുള്ളത്. അയാൾ ബൈബിളിൽ ഈ നല്ല അയൽക്കാരെന്നും പറഞ്ഞൊരു ഉപമയുണ്ടല്ലോ, ചിലർക്കൊക്കെ അറിയാം, ക്രിസ്ത്യൻസിനറിയാം. ഒരാൾ വഴിയിൽ അസുഖമായിട്ട് കള്ളന്മാരെല്ലാം കൂടെ അടിച്ച് അയാളെ നശിപ്പിച്ച് അയാളുടെ പണമെല്ലാം മോഷ്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം ഒരു അച്ഛൻ വന്നു, പിന്നെ ഒരു കപ്പിയാർ വന്നു, അത് കഴിഞ്ഞിട്ട് വേറൊരു ജാതിക്കാരൻ വന്നു. അയാളാണ് ഈ അപകടം ഉണ്ടായി ഒരു വഴി കിടന്നയാളെ ആശുപത്രിയിൽ കൊണ്ടുപോയത്. അപ്പം യഥാർത്ഥ അയൽക്കാരെന്ന് പറഞ്ഞാൽ സഹായിച്ച ആളാണ് എന്ന് പറഞ്ഞതുപോലെ ഇതിൻ്റെ അത് ജാതിയും മതമൊന്നും നോക്കേണ്ട കാര്യമില്ല, അവനവൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ആ നിയമങ്ങളൊക്കെ എടുത്ത് കളയേണ്ടതാണ്. ഇതൊന്നേ ഉള്ളന്നേ. ഇതിൻ്റെ അൾട്ടിമേറ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും തുല്യനീതി, കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും നീതി ലഭിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പം എല്ലാവർക്കും നീതി ലഭിക്കും. ആരുടെ ഭാഗത്ത് ന്യായമാണോ അതനുസരിച്ച് അവർക്ക് നീതി ലഭിക്കും. സിമ്പിൾ ലോജിക്കാണ്.